അവസാനത്തെ ബോക്സ് തുറന്നാലാണ് 1 ലക്ഷം രൂപ സ്വന്തം. ആ ഗെയിമിന് വേണ്ടിയുള്ള സെലക്ഷൻ റൗണ്ടാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. അവരുടെ ഇനി ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റോസ് ബ്രാൻഡ് പ്രസൻസ് ക്ലബ് ഓഫ് ഭാഗ്യവാൻ എയ്സർ. ഒരിക്കൽ സ്വാഗതം. റോസ് ബ്രാൻഡ് പ്രസൻസ് ക്ലബ് ഓഫ് ഭാഗ്യവാൻ സീസൺ 11 പവേഡ് ബൈ എയ്സർ. എയ്സർ ലാപ്ടോപ്പ് വാങ്ങിയാൽ എല്ലാവരുടെയും ഓണം ഹാപ്പിയാണ്. അപ്പോൾ ഓണം ഹാപ്പി ആകുമ്പോൾ നമ്മൾ ഈ എയ്സർ ലാപ്ടോപ്പ് വാങ്ങിയാൽ നിങ്ങൾക്ക് മറ്റനേകം സമ്മാനങ്ങളും ഒപ്പം ലഭിക്കും. ഇപ്പോൾ ഡിജിറ്റൽ ഭാഗ്യവാൻ എയ്സറിന്റെ ഒരു ഡിജിറ്റൽ ഭാഗ്യവാൻ ഗെയിമാണ് എയ്സറിന്റെ ലാപ്ടോപ്പിൽ നടക്കുന്നത്. അപ്പോൾ ഒരാൾ വിൻ ചെയ്തു ഡിജിറ്റൽ ഭാഗ്യവാൻ കയറിയോ. അപ്പൊ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട അദ്ദേഹത്തിന് നമ്മൾ റൈറ്റ് കാർഡ് എൻട്രി കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ ബ്രാൻഡിങ്ങിന്റെയും നമ്മൾ ഗെയിമുകളുണ്ട്, അത് പിന്നാലെ വരുന്നു. ഓക്കെ, പ്ലീസ് സ്വാഗതം. എന്താണ് പേര്? ഓക്കെ, വർഗീസ് ചേട്ടന് ഒരു എയ്സറിന്റെ ഒരു സ്നേഹ സമ്മാനം. വരൂ, ഒന്ന് വരൂ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, റെഡി. നല്ലൊരു കൈയ്യടി സമ്മാനിക്കാം. റെഡി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ബ്രോട്ട് ബൈ കേരള സംസ്ഥാന ഭാഗ്യഗുരു. കേരള സംസ്ഥാന ഭാഗ്യഗുരു ഓണം ബമ്പർ ഒന്നാം സമ്മാനം 25 കോടി, രണ്ടാം സമ്മാനം 1 കോടി. അത് എത്ര പേർക്കാണ് കൊടുക്കുന്നത്? 1 കോടി 20 പേർക്ക്. റൈറ്റ് ആൻസർ പ്ലീസ്. ഓടിയോ നല്ലൊരു കൈ. 1 കോടി വെച്ചിട്ട് 20 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഭാഗ്യം കൊണ്ട് നമ്മൾക്ക് പച്ചക്കുതിര ഇവിടെ വന്നിട്ടുണ്ട്. പച്ചക്കുതിരയ്ക്ക് സൈക്കാന്റെ കൊടുത്താൽ ചിലപ്പോൾ ഇവിടെ ഭാഗ്യവാനാകാൻ സാധിക്കും. നമ്മൾക്ക് നാട്ടുമൊഴിയുണ്ട്, നമ്മൾ ഭാഗ്യം വരുന്നത് പച്ചക്കുതിരയിലൂടെയാണ്. ഓക്കെ, റെഡി. സ്വാഗതം. എന്താണ് പേരെന്താണ്? ജയകുമാർ. സ്വാഗതം. അപ്പോൾ അദ്ദേഹത്തിന് റോസ് ബ്രാൻഡ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം. റോസ് ബ്രാൻഡ് ക്ലാസ് 1 കൈമാ റൈസ്, മനസ്സ് നിറയും രുചി. 1 കിലോ ബാഗിന് 5 കിലോ ബാഗ്. സോ ബിരിയാണി ഇഷ്ടമാണല്ലോ, ഇഷ്ടമാണ്. അപ്പൊ ഇത് കഴിക്കണം. ഓക്കെ, റെഡി. സോ താങ്ക് യു സോ മച്ച്. ഇനി വീണ്ടും റോസ് ബ്രാൻഡ് പ്രസൻസ് ക്ലബ് ഓഫ് ഭാഗ്യവാൻ സീസൺ 11 ഭാഗ്യ കാർ പാർട്ട്ണർ നിസാൻ മാഗ്നൈറ്റ് കാർ. നിസാൻ മാഗ്നൈറ്റ് കാർ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടീം മെമ്പേഴ്സും നമ്മളോടൊപ്പം ഉണ്ട്. നിസാൻ മാഗ്നൈറ്റ് കാർ ഈ ഓണത്തിന് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. മറ്റ് ആനുകൂല്യങ്ങളും ഒത്തിരി ക്യാഷ് ആനുകൂല്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റനേകം സമ്മാനങ്ങൾ സ്വന്തമാക്കാം. അപ്പോൾ അതിന്റെ ഒരു ഗെയിമിലേക്ക് പോകുന്നു. ഒരു ഭാഗ്യ കാറിലേക്ക് നിങ്ങൾ അന്ന് കയറാൻ നോക്കുക. അതിന് ഒരു ഗെയിമാണ്. അതിൽ നിന്ന് ചാവി വാങ്ങിച്ചിട്ട് ഓപ്പൺ ചെയ്യുക. അതിലൊരു നല്ല സമ്മാനം ഇരിപ്പുണ്ട്, അത് കിട്ടും. ഒപ്പം ഭാഗ്യവാനിൽ കയറാനുള്ള ഭാഗ്യവും ലഭിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ പ്ലീസ്. നമ്മൾ ഇവിടുത്തെ കുറച്ച് വനിതാ രത്നങ്ങളാണ്. അവർക്ക് ആദ്യം ഒരാൾ, ഇത് നറുക്കെടുപ്പല്ല, എല്ലാം കൂടി എടുക്കാനായിട്ട് റെഡി. ഒരാൾക്കാണ് അവസരം. അപ്പൊ നമുക്ക് ഭാഗ്യക്കാർ പാർട്ട്ണർ നിസാൻ മാഗ്നൈറ്റ് കാർ. ഈ ഓണം സെലിബ്രേറ്റ് വിത്ത് നിസാൻ മാഗ്നൈറ്റ് കാർ. ഒന്ന് തുറന്നു നോക്കൂ. തുറന്നല്ലേ? ഇനി ഓപ്പൺ ചെയ്യുക. ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു സമ്മാനം ഇരിപ്പുണ്ട് അപ്പുറത്ത്, അതെടുക്കുക. ഓക്കെ, ആ തുറന്ന് സമ്മാനം എടുത്ത് വരിക. മറക്കണ്ട, ഈ ഓണക്കാലത്ത് നിസാൻ മാഗ്നൈറ്റ് കാർ ബുക്ക് ചെയ്യൂ. നിങ്ങൾക്ക് 2 ഗ്രാം ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് ലഭിക്കും. ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പാണ്. മറ്റനേകം സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും. പ്ലീസ് വരൂ. ഓക്കെ, മുട്ടയൊക്കെ അങ്ങോട്ട് കൊടുക്കൂ. എന്നിട്ട് ആള് ഇട്ടിരിക്കരുത്, ഓടിക്കാൻ. നല്ല കൈ റെഡി. കാരണം ആ സാധനം ഇവിടെ വെച്ച് പൊട്ടിച്ച് പിന്നെ ഞാൻ പറയും ഞാൻ ഉത്തരവാദിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, റെഡി. അപ്പൊ സ്വാഗതം. നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട് നമ്മൾ അടുത്ത മത്സരാർത്ഥി എത്തുകയാണ്. സ്വാഗതം. ഓൾറെഡി സമ്മാനം കിട്ടി. പേരെന്താണ്? രശ്മിക്ക് സ്വാഗതം. അപ്പോൾ കൂടി റോസ് ബ്രാൻഡ് പ്രസൻസ് ക്ലബ് ഓഫ് ഭാഗ്യവാൻ സീസൺ 11 സ്മൈൽ പാർട്ട്ണർ KP നമ്പൂതിരീസ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. സ്മൈൽ പാർട്ട്ണർ KP നമ്പൂതിരീസിന് വേണ്ടിയിട്ട് ഒരു സ്മൈൽ കോൺടെസ്റ്റ് ആണ്. നമ്മുടെ സ്മൈൽ പാർട്ട്ണർ KP നമ്പൂതിരീസ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് തലമുറകളുടെ തിളങ്ങുന്ന ചിരിയുടെ രഹസ്യം. സിൻസ് 1925 ഇവിടുന്ന് ഒരു സ്മൈൽ ഓഫ് ദി ടൗൺ, ഒരു നല്ല ചിരിയെ നമ്മൾ സ്മൈൽ ഓഫ് ദി ടൗൺ ആയിട്ട് ഈ വേദിയിൽ ഭാഗ്യവാനിൽ വെച്ച് ആദരിക്കുന്നു. ഒരു സമ്മാനവും നൽകുന്നു. ഒപ്പം ഭാഗ്യവാനിൽ മത്സരിക്കാനുള്ള അവസരം. ഒന്ന് ചിരിച്ചാൽ എന്നെ ആക്കി ചിരിക്കാനല്ല പറഞ്ഞത്. നല്ലൊരു ചിരി, നല്ലൊരു തുറന്ന ചിരി. ചിരിയില്ലേ? ചിരിക്കൊന്നു. എവിടെ? ഓക്കെ, വാ വരും. വരും. ഒരാൾക്ക് നമ്മൾ എൻട്രി കൊടുക്കുന്നു. അങ്ങനെയല്ല, ഓടി വാ. ഒരു സമ്മാനവും. അപ്പൊ ഇതിലേക്ക് ഭാഗ്യവാനിൽ മത്സരിക്കാനുള്ള ചിരി. വാ, ചിരിച്ചു. പക്ഷെ ആളിങ്ങോട്ട് വരുന്നില്ല. ഇങ്ങനെ കയറി വാ. അദ്ദേഹം ഇത് ഞാൻ. ഓക്കെ, റെഡി. നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്മൈൽ ഓഫ് ദി ടൗൺ ആയിട്ട് നമ്മൾ ഇവിടെ കരുനാഗപ്പള്ളിയുടെ സ്മൈൽ ഓഫ് ദി ടൗൺ നല്ലൊരു കൈ സമ്മാനിച്ചുകൊണ്ട്
ഒരു സ്നേഹ സമ്മാനം. ഓക്കെ, എല്ലാവരും അവിടെ വെച്ച് ചിരിച്ച ചിരി. ഓക്കെ, നിഷ്കളങ്കമായ ചിരി. സോ താങ്ക് യു. എന്താണ് പേര്? ഓക്കെ, സ്വാഗതം. അപ്പൊ എന്തായാലും ഭാഗ്യവാനിലേക്ക് സ്വാഗതം. മത്സരിക്കാൻ ഇപ്പോൾ 2, 4, 5 പേർ റെഡിയാണ്. ഇനി 5 പേർക്ക് കൂടി അവസരമുണ്ട്. ചോദ്യങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ മറ്റു ഗെയിമിലൂടെ നമ്മൾ പോകുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവരെയും. നമ്മൾ ഇന്ന് ചോയ്സ് സൂപ്പർ മാർക്കറ്റിന് മുന്നിലാണ് നമ്മൾ ക്ലബ് ഓഫ് ഭാഗ്യവാൻ ഇവിടെ നടക്കുന്നത്. ഇത് നമ്മൾ ഓൺലൈൻ റേഡിയോയിലൂടെ ഇതൊക്കെ എല്ലാ അനൗൺസ്മെന്റ് അതാത് സമയങ്ങളിൽ നമ്മൾ ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്ര മണിക്ക് പ്രോഗ്രാം നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലോസ് ഫ്രാൻഡ് പ്രസൻസ് ക്ലബ് ഓഫ് ഭാഗ്യവാൻ സീസൺ 11 നമ്മളുടെ അടുത്ത ഒരു ഗെയിമിലേക്ക് പോകുന്നു. ഗെയിം അസോസിയേറ്റ് പാർട്ട്ണർ സൺറിച്ച് റിഫൈൻഡ് ഓയിൽ മൈ ചോയ്സ് ആണ്. അപ്പോൾ സൺറിച്ചിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. അതിനൊരു കിടിലൻ സമ്മാനമാണ് വേദിയിൽ വെച്ച് നൽകുന്നത്. അത് വനിതകൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. വനിതകൾ മാത്രം ഉത്തരം പറയുക. കാരണം പാചകവും സൺറിച്ചുമായിട്ട് കൂടുതൽ അടുപ്പം നമ്മൾക്ക് ലേഡീസിനാണ്. അപ്പൊ ലേഡീസിന് വേണ്ടി ആ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. അസോസിയേറ്റ് പാർട്ണർ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ മൈ ചോയ്സ്. അപ്പോൾ ഈ ഒരു അടിപൊളി സമ്മാനമാണ് കൊടുക്കുന്നത്. ഓക്കെ, റെഡി? അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഉത്തരം പറയണം. ആദ്യം ഉത്തരം പറയുന്നവർക്കാണ് അവസരം. ചോദ്യം ശ്രദ്ധിക്കുക. സൺറിച്ചിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് MS ധോണി. ആദ്യം പറഞ്ഞാൽ ഓക്കെ, റെഡി? ഭാഗ്യം ആയിട്ടില്ല. അടുത്ത ഭാഗ്യം വരും. അപ്പോൾ എന്തായാലും സമ്മാനം ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേദിയിലേക്ക് സൺറിച്ചിന്റെ സീനിയർ സെയിൽസ് മാനേജർ ശ്രീ ശ്യാംകുമാർ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി സമ്മാനിക്കുക. അപ്പോൾ സൺറിച്ചിന്റെ സീനിയർ സെയിൽസ് മാനേജർ ശ്യാംകുമാർ സർ, അദ്ദേഹത്തിന് സ്വാഗതം, വെൽക്കം. അപ്പൊ എന്തായാലും അടിപൊളി സമ്മാനമാണ്. അപ്പോൾ പ്ലീസ് നല്ലൊരു കൈയടി എല്ലാവരും ചേർന്ന് സമ്മാനിച്ചുകൊണ്ട് ക്ലബ് ഓഫ് ഭാഗ്യവാൻ സീസൺ 11 നമ്മളുടെ അസോസിയേറ്റ് പാർട്ണർ സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. വീട്ടിൽ സൺറിച്ച് ഒരു ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സൺറിച്ച് ആണ് ഉപയോഗിക്കാറുണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പിന്നെ സ്ഥിരം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. അപ്പൊ നല്ലൊരു കൈയ്യിൽ സമ്മാനിച്ചുകൊണ്ട് ഭാഗ്യവാനിലേക്ക് സ്വാഗതം. താങ്ക് യു സർ, താങ്ക് യു. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകുന്നു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോഡ് നിയമങ്ങൾ പാലിക്കുക, നിയമം നമ്മുടെ രക്ഷയ്ക്ക്. അതോടൊപ്പം തന്നെ കേരള പോലീസിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ റോഡ് നിയമങ്ങൾ അനുസരിക്കുന്നതിന് വേണ്ടി നമ്മൾ പാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് വേണ്ടിയുള്ള ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു ജംഗ്ഷൻ, 4 കോടി ജംഗ്ഷൻ. ഒരു റോഡിൽ നിന്നും ഒരു സ്കൂൾ ബസ് വരുന്നു, മറ്റൊരു റോഡിൽ നിന്നും ഒരു ആംബുലൻസ് വരുന്നു, വേറൊരു റോഡിൽ നിന്നും വരുന്നത് ഒരു പോലീസ് ജീപ്പും, മറ്റൊരു റോഡിൽ നിന്ന് വരുന്നത് ഒരു ഫയർ എഞ്ചിൻ. ഇത് ഏത് വാഹനത്തിനാണ് ആദ്യം പോകാനുള്ള പ്രയോറിറ്റി? ഫയർ എഞ്ചിൻ. ആംബുലൻസ് അല്ല, ഫയർ എഞ്ചിനാണ്. ഉത്തരം പറഞ്ഞു. റെഡി? അപ്പൊ കൈ ഉയർന്നതിന് ശേഷം ഉത്തരം പറഞ്ഞ ആൾക്ക് സ്വാഗതം. നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്നേഹ സമ്മാനം നൽകുന്നു. എല്ലാവരും ചേർന്ന് ഒരു കൈയ്യടി കൊടുത്താട്ടെ. അപ്പോ നമ്മുടെ പ്രസന്റിംഗ് സ്പോൺസർ ഭാഗ്യം ഇപ്പോഴായിരുന്നു. ആദ്യം ഞാൻ ചിരിക്കാൻ പറഞ്ഞപ്പോ എന്നെ ഇങ്ങനെ ചിരിച്ചു കാണിച്ച ആളാണ്. ഓക്കെ, നല്ലൊരു കൈയ്യടി. എന്താണ് പേര്? ഗൗരിക്ക് നല്ലൊരു കൈ കൊടുത്താട്ടെ. ഇപ്പൊ റോസ് നാൻ നൽകുന്ന ക്ലാസ് 1 കൈമാ റൈസ്, മനസ്സ് നിറയും രുചി. ബിരിയാണി കഴിക്കാറുണ്ട്? റോസ് നാനിന്റെ കൈമാ റൈസ് കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ഇന്ന് തന്നെ ഇത് നോക്കണം. അപ്പോൾ സ്ഥിരം ഉപയോഗിച്ചോളൂ. ഓക്കെ, റെഡി? സോ താങ്ക് യു. അപ്പോൾ എത്ര പേരായിരുന്നു?